അങ്ങനെ നമ്മുടെ ഡൽഹി വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഡൽഹിയിലെ പുറത്തെ കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണിയും അതേപോലെ വഴിയോര കച്ചവടക്കാരും വഴിയോരത്തിരുന്ന് കഴിക്കുന്ന തട്ടുകടകളൊക്കെ ധാരാളം കാണാൻ കഴിയും. മാത്രമല്ല മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് തിരക്കാണ്. റോഡിനകത്ത് തിരക്ക് ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഈ ഗ്രാമപ്രദേശത്തു നിന്നൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനെ ഭയങ്കര ഒരു അലക്ഷ്യമായി തോന്നും. പക്ഷേ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇത് ഇങ്ങനെ വേണം എന്നാണ്. പക്ഷേ ഞങ്ങൾ ആ ഫുട്പാത്തിൽ കൂടെ നടന്ന് സൈഡിൽ കൂടെ മെട്രോ സ്റ്റേഷനിലേക്കുള്ള പോക്കാന്നേ. അപ്പോൾ ഈ വഴിയുടെ സൈഡിലായിട്ട് ഷൂ, തുണികൾ, അതുപോലെ ചെറിയ ചെറിയ കടകൾ ഒരുപാടുണ്ട് കേട്ടോ. മൊബൈലിൻ്റെ പാർട്സ് കിട്ടുന്ന കടകൾ, അതേപോലെയുള്ള ഷർട്ട്, അതേപോലെയുള്ള എല്ലാ ഷോപ്പുകളും അവിടെ എല്ലാ സാധനങ്ങളും ഈ സ്ട്രീറ്റിൽ അവൈലബിൾ ആണ്. മെട്രോയുടെ ബ്രിഡ്ജാണ് അവിടെ കാണുന്നത്. ഭായിമാരൊക്കെ രാവിലെ മൊബൈലൊക്കെ നോക്കി ഇരിക്കുകയാണ്. ഞങ്ങളുടെ നടത്തം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പോയിട്ട് വേണം മെട്രോയ്ക്കകത്ത് കയറാൻ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വഴിയോര കച്ചവടക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ ഒരു നിയമങ്ങളും ഒന്നും അവിടെ വിഷയമല്ല. അവർക്ക് തോന്നുന്നിടത്തൊക്കെ കൊണ്ടുവന്ന് കട വെച്ച് നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിനകത്തേക്ക് കയറി. മെട്രോ സ്റ്റേഷനൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. നല്ല മോഡേൺ സ്റ്റൈലിലാണ് കാര്യങ്ങളൊക്കെ മെട്രോ സ്റ്റേഷനകത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഷിബിച്ച മുന്നേ ചെന്നു. അദ്ദേഹം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലമായ, ഞങ്ങളിപ്പോൾ പോകുന്നത് എന്നയിലേക്കാണ്. മലയാളി ഹോട്ടലൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ അവിടത്തേക്ക് ആവശ്യമുള്ള ടിക്കറ്റുകൾ, ഞങ്ങൾക്ക് 6 ടിക്കറ്റ് വേണം. അദ്ദേഹം ആ പേര് സെലക്ട് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തു. ആ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിലാണ് എടുക്കുന്നത്. അവിടെ മെഷീനുണ്ട്, അപ്പം തന്നെ എടുക്കാം. ടിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ചെക്കിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റിലെ ഫ്ലൈറ്റിനകത്ത് കയറി പോകുന്ന പോലെ നമ്മുടെ ബാഗേജ്, എല്ലാ ബാഗേജും ചെറുതും വലുതും ആയിക്കോട്ടെ, അത് നമ്മൾ സ്കാനറിനകത്തിട്ട ശേഷം ഈ കാണുന്ന ഗേറ്റിൽ കൂടെ നമ്മൾ ടിക്കറ്റ് വെച്ച് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് അപ്പുറത്ത് പോയി ഞങ്ങൾ ബാഗുകളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ താഴേക്ക് മെട്രോ സ്റ്റേഷനകത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഭയങ്കര ക്രൗഡാണേ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണിയായി. ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ട്രെയിനാണ് ഇപ്പോൾ ഇന്ന് ഈ കങ്ങളി കാണുന്നത്. ഇവരെല്ലാം ആകെ ടയേർഡാണ്. ഈ 3 ദിവസത്തെ ട്രെയിൻ യാത്ര, അതിനുശേഷം ഈ മെട്രോ യാത്ര ഫുൾ ടയേർഡാണ്. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ സീറ്റിൽ സ്ഥലമൊക്കെ പിടിച്ച് എല്ലാവരും ജാക്കറ്റൊക്കെ ധരിച്ചു തുടങ്ങി. കാരണം ഉച്ചയായപ്പോഴേ ചെറിയ തണുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മെട്രോ പതുക്കെ മുന്നോട്ട് യാത്രയായി. ഞങ്ങളിങ്ങനെ അടുത്ത സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങുവാൻ വേണ്ടി ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എൻ്റെ അടുത്ത് നമ്മുടെ സനോഷ് ബ്രോ ഉണ്ട്. സനോഷ് ബ്രോ പറഞ്ഞിട്ട്, ബ്രോ ബാ നമുക്കൊരു വീഡിയോ എടുക്കാം. പുള്ളി പെട്ടെന്ന് തൊപ്പിയൊക്കെ വെച്ച് പുള്ളി ആദ്യം കരുതി ഇത് ഫോട്ടോ എടുക്കുവാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. വേറൊന്നുമല്ല, ഈ ഡൽഹി വന്നിട്ട് കേരള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേരള ഫുഡ് കഴിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, വന്നിട്ട് വയറ് ചീത്തയാക്കാൻ പോയതുള്ള രീതി കൊണ്ടാണ് കേരള ഹോട്ടലിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞങ്ങൾ എന്നയിൽ ഇറങ്ങിയിട്ട് കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ഹോട്ടലിലേക്ക് കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ചോറും ബീഫ് ഫ്രൈയും ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 പപ്പടം, അതുപോലെ ഒരു തൊട്ടുകൂട്ടാൻ, ഒരു പൊരിയൽ, പിന്നെ ഒരു പച്ചടി, അങ്ങനെ സാധനം. പിന്നെ ശുചിച്ചാനുണ്ടല്ലേ പപ്പടം കൊണ്ട് നീക്കിയിടുന്നത്, അദ്ദേഹത്തിന് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. പെങ്ങളും ചിക്കൻ ബിരിയാണി മേടിച്ചു. എൻ്റെ വൈഫും കൂടെ വന്നൊരു കൊച്ചുണ്ടായിരുന്നു, അത് തന്നു. അവർ രണ്ടുപേരും കപ്പ ബിരിയാണിയാണ് മേടിച്ചത്. കപ്പ ബിരിയാണി ഏകദേശം കുഴപ്പമില്ല, തിരക്കില്ലാത്ത ബിരിയാണിയാണ്. ബീഫൊക്കെ കിട്ടും കേട്ടോ. നോർത്ത് ഇന്ത്യൻ ബീഫ് കിട്ടുന്ന ആരാ പറഞ്ഞു, അടിപൊളി ബീഫ് കിട്ടും. അതും നല്ല മുരിഞ്ഞ ബീഫ്. ഞാനാ ഒരു ഇച്ചിരി ചോറും നല്ല ഒരു കഷ്ണം മുരിഞ്ഞ ബീഫും എടുത്ത് കഴിച്ചു ഗൈസ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. വീണ്ടും ശുഭിച്ചാൻ അടുത്ത ഞങ്ങൾക്ക് പോകേണ്ട, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ടിക്കറ്റ് എടുത്തു. അടുത്ത മെട്രോയിലേക്ക് ഞങ്ങൾ കയറി. അപ്പോൾ ഞങ്ങൾ മെട്രോയിലേക്ക് കയറി. ഈ മെട്രോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഓഫീസ് ടൈമൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായി. ഞങ്ങളങ്ങനെ ആ സ്റ്റോപ്പിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ദ്വാരകാമോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. അവിടെയാണ് ഞങ്ങൾക്ക് റൂം ഓൺലൈനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 5 പേർക്ക്, ലേഡീസിന് 3 പേർക്ക് ഒരു റൂമും ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു റൂമും, അങ്ങനെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവിടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ സ്ട്രീറ്റ് കാഴ്ചകളൊക്കെ ഭയങ്കര ദയനീയമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെയാണ് ഈ നോർത്ത് ഇന്ത്യ പോയി കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ ട്രാഫിക് നിയമങ്ങളോ ലംഘനത്തിലൊന്നും ഒരു വാല്യൂ ഉള്ള സ്ഥലമല്ല. കാരണം
റോഡ് ഒക്കെ കെട്ടിയിട്ടെങ്കിൽ റോഡും ഫുട്പാത്തും സൈഡും എല്ലാം അവർക്ക് ഒരുപോലെ കാണും. അതുപോലെ വണ്ടികളാണ്, ചെറിയ ചെറിയ റിക്ഷകളായിക്കോട്ടെ, ഉന്തുവണ്ടികളായിക്കോട്ടെ, കച്ചവടക്കാരായിക്കോട്ടെ, നമ്മൾ സേഫ്റ്റിയായിട്ട് നടന്നു പോയിക്കോണം. ഇത്രയും വൃത്തിഹീനമായ ഒരു ഭാഗത്തൂടെയാണ് ഞങ്ങൾ മുൻപോട്ട് നടന്നു പോയത്. ഇതിലും റൂമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ അടുത്തെത്തി. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇനി ഫുഡൊക്കെ കഴിച്ചില്ല കേട്ടല്ലേ, സ്ട്രീറ്റ് ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. അവിടുത്തെ ആളുകൾക്കൊന്നും വിഷയമില്ല AC റൂം വേണമെന്നോ അല്ലെങ്കിൽ ടേബിൾ വേണമെന്നോ ഒന്നും വിഷയമില്ല. കിട്ടുന്നവിടെ നിന്ന് അവർ കഴിക്കും. അങ്ങനെയാണ്. അപ്പം മെട്രോയുടെ ബ്രിഡ്ജാണ് കാണുന്നത്, അടികളാണ് ഈ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ്, ഈ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡൽഹിയെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഞങ്ങൾ വീണ്ടും റൂമിൽ നിന്ന് കയറി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ പുതിയ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഡൽഹിയിലെ വീണ്ടും കുറച്ച് കാഴ്ചകൾ കാണാം. നമുക്കിനി ഡൽഹിയിലെ ഫുഡിൻ്റെ വിശേഷങ്ങൾ കണ്ടല്ലോ. നമുക്കിനി അടുത്ത നമ്മുടെ ഇവിടുത്തെ ഇന്ത്യ ഗേറ്റും ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും ഡൽഹി മൊത്തം കണ്ടു കാണാൻ സാധിക്കത്തില്ല. എന്നാലും ഡൽഹി വന്നവരെല്ലാവരും ഇന്ത്യ ഗേറ്റും രാജ്ഭവനൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും മെട്രോ പിടിച്ചു ഇന്ത്യ ഗേറ്റ് കാണുവാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇന്ത്യ ഗേറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോയ്ക്ക് ലെന്തുള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നിച്ചിടാൻ പറ്റാത്തത്. അപ്പോൾ വീണ്ടും അടുത്ത പാർട്ട് 3യുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.